ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗ വാർത്തയാണ്. 8 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരിച്ചു എന്ന വിവരമാണ് എയിംസ് പിന്നീട് പത്രക്കുറിപ്പിൽ അറിയിച്ചത്. കൊഴിഞ്ഞു വീഴുകയായിരുന്നു. ഏറെക്കാലമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം സജീവമായി രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് വിടവാങ്ങി പൊതുവേദികളിൽ നിന്ന് മാറിയുള്ളൊരു ജീവിതത്തിലായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തെ നിർണയിച്ച, അതിൻ്റെ ഗതി നിർണയിച്ച വ്യക്തിത്വമാണ്. ഇന്ത്യയുടെ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ധീരമായ തീരുമാനം അല്ലെങ്കിൽ ഏറെ വെല്ലുവിളികളും വിമർശനങ്ങളും ഉയർന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ചുവടുവെപ്പിന് ചുക്കാൻ പിടിച്ച് അതിന് ധൈര്യം പകർന്ന നേതൃത്വമാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇന്ന് വരെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലായാലും തളർച്ചയിലായാലും ഒക്കെ സ്വാധീനം ചെലുത്തിയ ആ നിർണായകമായ തീരുമാനത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു നയമാറ്റത്തിന് ധൈര്യം കാണിച്ച നേതൃത്വമാണിപ്പോൾ വിടവാങ്ങുന്ന. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം എയിംസിൽ നിന്ന് 3 ജൻപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ തന്നെയുണ്ട്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ആശുപത്രിയിലേക്കും എത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ, ബലഗാവിയിലെ സമ്മേളന വേദിയിലുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെയും തിരികെ ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക, അല്ലെങ്കിൽ അത് സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ പിന്നീടായിരിക്കും ഉണ്ടാവുക. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് അദ്ദേഹത്തെ അലട്ടിയിരുന്നത്. ഇപ്പോൾ സരുൺ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സരുൺ, ഈ കാലഘട്ടത്തിൽ പലപ്പോഴായി അദ്ദേഹം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. പ്രത്യേകിച്ച് വിമർശനങ്ങളോട് മറുപടിയില്ല, ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നൊരു സമയം കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ, നയത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നയപരിപാടികളിൽ കൃത്യവും വ്യക്തവുമായ ഒരു വീക്ഷണമുള്ള ആളായിരുന്നു എന്നത് പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും ട്വിസ്റ്റ് ആൻഡ് ടേൺസിനാണ് വഴിവെച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ അത് മുമ്പ് ഗോപികൃഷ്ണൻ സൂചിപ്പിച്ച പോലെ ചരിത്രം അദ്ദേഹം ശരിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ സാധൂകരിക്കട്ടെ എന്ന നിലയിലാണ് പല പ്രതികരണങ്ങളും ഈ ഘട്ടത്തിൽ വരുന്നത്. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ അദ്ദേഹം ഉറച്ച നിലപാടിൽ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നിന്നത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി എന്ന നിലയിലും അതുപോലെ തന്നെ ധനമന്ത്രി എന്ന നിലയിലും താനെടുത്ത തീരുമാനങ്ങൾ ശരി തന്നെയാണ്. ഒരിക്കലും തനിക്ക് ഈ കാര്യങ്ങളിൽ തനിക്ക് തല താഴ്ത്തേണ്ടി വരില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിലും ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് അദ്ദേഹം 2014 അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മാധ്യമങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും, അദ്ദേഹം മാധ്യമ സമ്മേളനത്തിലാണ് അക്കാര്യം പറഞ്ഞത്, മാധ്യമങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ചരിത്രം എന്നോട് കരുണ കാണിക്കുമെന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്. അതിന് കാരണങ്ങളും ഉണ്ടായിരുന്നു. ഗോകുൽ പറഞ്ഞതുപോലെ ഏറ്റവും ഈ സമീപകാലത്ത് എന്നല്ല, പ്രധാനമന്ത്രിമാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ എതിരാളികളും അതുപോലെ തന്നെ ഒപ്പം ഉണ്ടായിരുന്നവർ പോലും അദ്ദേഹത്തെ അതിരൂക്ഷമായാണ് പരിഹസിച്ചതും വിമർശിച്ചതും. ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ പപ്പറ്റ്, മൗനി ബാബ തുടങ്ങിയ പ്രയോഗങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചത്. ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നത് അദ്ദേഹത്തിൻ്റെ മാധ്യമ ഉപദേഷ്ടാവായ സഞ്ജയ് ബാരുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ്. ആകസ്മികമായ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം പ്രധാനമന്ത്രിയായത് മാത്രമല്ല, ആകസ്മികമായി അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവും അതുപോലെ തന്നെ ഈ ഉപദേഷ്ടാവായി അദ്ദേഹം വ്യവസായ വകുപ്പിലെ ചീഫ് അഡ്വൈസറായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെത്തും മുമ്പ് അദ്ദേഹം ഈ വിവിധ മന്ത്രാലയങ്ങളുടെ സുപ്രധാനമായ പദവിയിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. നോക്കൂ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലത്താണ് അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം വ്യവസായ വകുപ്പിലെ ചീഫ് അഡ്വൈസറായി അദ്ദേഹം മാറുകയായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം ഈ പ്രധാനപ്പെട്ട വകുപ്പിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം ചരൺ സിംഗ് ആകട്ടെ, പിന്നീട് രാജീവ് ഗാന്ധി മന്ത്രിസഭയിലാകട്ടെ. പിന്നീട് ഇപ്പോൾ എയിംസിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഔദ്യോഗിക വസതിയായ 3 ജൻപത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിതിൻ അംബുജനുണ്ട്. നിതിൻ, ഇപ്പോൾ മൃതദേഹം
വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, 3 ജൻപത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം അനുഗമിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെ തന്നെയാണ്. അല്പസമയം മുമ്പ് തന്നെ ഇപ്പോൾ എയിംസിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 3 ജൻപത്തിലെ വസതിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. എയിംസിലെ 3-ാം നമ്പർ ഗേറ്റ് വഴിയാണ് മൃതദേഹം കൊണ്ടുപോയത്. മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസ് എല്ലാം തന്നെ ഇവിടെ 1ഉം 2ഉം നമ്പർ ഗേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 3-ാം നമ്പർ ഗേറ്റിലൂടെ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം അതിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മൻമോഹൻ സിംഗിനെ കാണാനായി അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർ ഇവിടെ വന്നിരുന്നു എയിംസിൽ. എന്തായാലും ഒത്തിരി പേർ ഇവിടെ വന്നിരുന്നു എയിംസിൽ. എന്തായാലും കണ്ണീരണിഞ്ഞ നിരവധി പ്രവർത്തകരാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് ഇവിടെ എത്തിയിരുന്നത്. വലിയ ദുഃഖം അവർ എല്ലാവരും ഈ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രേഖപ്പെടുത്തി. എന്തായാലും മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് എയിംസിൽ നിന്ന് മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് അകമ്പടിയോടെയുള്ള ആംബുലൻസിലായിരുന്നു മൃതദേഹം കൊണ്ടുപോയത്. എന്തായാലും അല്പസമയത്തിനകം 3 ജൻപത്തിലേക്ക് എത്തും. നേതാക്കളെല്ലാം അനുഗമിച്ചുകൊണ്ടാണ് പോകുന്നത്. നമുക്കറിയാം കോൺഗ്രസിന്റെ മറ്റ് മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം കർണാടകയിലെ ബൽഗാവിലാണ് ഉള്ളത്. അവർ ഇന്ന് രാത്രി തന്നെ പുറപ്പെടുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക വിമാനത്തിലാകും നാളെ രാവിലെ വസതിയിലേക്ക് എത്തുക. എന്തായാലും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ, ഡൽഹിയിലുള്ള നേതാക്കളെല്ലാം എയിംസിലെത്തി. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എയിംസിലെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നദ്ദയും ഡൽഹിയിലെ എയിംസിലെത്തിയിരുന്നു. പ്രധാനമന്ത്രിയും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടാതെ ഉപരാഷ്ട്രപതി എല്ലാം നാളെ രാവിലെ ജൻപത്തിലെ വസതിയിലെത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരു ഘട്ടത്തിൽ ഒരുക്കിയിരുന്നു. പക്ഷേ നാളെ രാവിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും എയിംസിൽ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയ ആളുകളെല്ലാം തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് 3 ജൻപത്തിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്കാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ നീങ്ങിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡുകളൊക്കെ തീർത്ത് വലിയ സുരക്ഷ എന്തായാലും അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന എയിംസിൽ നിന്ന് പ്രവർത്തകരും എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഞാനിവിടെ 10 മണിക്ക് എത്തപ്പോൾ കണ്ട കാഴ്ച, നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നു. മൻമോഹൻ സിംഗിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് എയിംസിലേക്ക് പ്രവർത്തകരടക്കം എത്തിയിരുന്നു. പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ എല്ലാം തന്നെ ആളുകൾ ഒഴിഞ്ഞിരിക്കുന്നു. ഈ എയിംസിലെ 3-ാം നമ്പർ ഗേറ്റ് നമുക്കറിയാം, ഈ 1, 2 ഈ ഗേറ്റിലായിരുന്നു നേരത്തെ പോലീസ് എല്ലാം തന്നെ തടിച്ചുകൂടിയിരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ 3-ാം നമ്പർ ഗേറ്റ് വഴിയാണ് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനും മൃതദേഹം വസതിയിലെത്തുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഗോകുൽ. ശരി, നിതിൻ അംബുജനാണ് എയിംസിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.